കേരള പോലീസിനെ കൂടുതൽ ജനസൗഹൃദവും സുതാര്യവുമാക്കുക എന്നത് ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് മൈ പോലീസ് സ്റ്റേഷൻ. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിച്ചു. ഓഗസ്റ്റ് 15 മുതൽ സ്റ്റേഷൻ ഭരണം സബ് ഇൻസ്പെക്ടർമാരുടെ SI നേതൃത്വത്തിലേക്ക് മാറുന്നതടക്കം വലിയ മാറ്റങ്ങളാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് ചെർപ്പശ്ശേരി പോലീസ് സ്റ്റേഷനിൽ സംസ്ഥാനതല ഉദ്ഘാടനം വീക്ഷിക്കാൻ വിപുലമായ സംവിധാനമൊരുക്കി. സ്ത്രീ ഒരു പരാതിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവര് സഡൻ ആക്ഷൻ എടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും. അവർക്ക് പ്രത്യേക പരിഗണന. അത്ര വയ്യാത്തവർക്കാണെങ്കിൽ മരുന്നും ഭക്ഷണവും എത്തിച്ചു കൊടുക്കുന്നതും നല്ലത് തന്നെ. അറ്റ്ലീസ്റ്റ് അന്വേഷിക്കും. വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ സൈബർ ഇടങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതും അഡ്രസ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് അത് മാറണം. പോലീസുകാർ കുറച്ചും കൂടി യൂത്തിനോട് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കണം. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ, എസ്പെഷ്യലി ചെറുപ്പക്കാർ പോകുന്ന സമയത്ത് അവരോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കണം. അവർക്കൊരു സുഹൃത്തിനെ പോലെ പോലീസുകാരോട് സംസാരിക്കാൻ പറ്റണം. എല്ലാം നമുക്ക് ഓപ്പൺ അപ്പ് ആയിട്ട് പറയാൻ പറ്റണം. നമുക്കൊരു സുഹൃത്തിനെ പോലെ തന്നെ കാണാൻ പറ്റണം പോലീസുകാരെ. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പഴയ ഒരു രീതി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു മനുഷ്യന് എങ്ങനെയും ഫ്രണ്ട്ലി ആയിട്ട് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിരിക്കണം പോലീസ് സ്റ്റേഷൻ എന്നുള്ളതാണ്. 24 hours കോൺടാക്ട് ചെയ്താൽ നമ്മളെ രാത്രി എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അങ്ങനെ കഴിയുന്ന ഒരു നമ്പർ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ തീർച്ചയായിട്ടും ഒരു നമ്പർ കൊടുക്കണം. ഇപ്പോൾ അടുത്തിടെ കേട്ടതിൽ അല്ലെങ്കിൽ വായിച്ചറിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് മൈ പോലീസ് സ്റ്റേഷൻ എന്നൊരു പദ്ധതിയെ പറ്റി അറിഞ്ഞതാണ്. കാരണം നമുക്കിപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ എന്തും ധൈര്യത്തോടെ ഇനി പോയി പറയാൻ പറ്റുന്ന തരത്തിലുള്ള പദ്ധതികൾ അതിൽ വരുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. ഈ അവസരം ഉപയോഗിക്കും. 2-3 കാര്യങ്ങൾക്കാണ് ആളുകൾ പോലീസ് സ്റ്റേഷനിൽ വരുന്നത്. ഒന്ന്, പരാതി കൊടുക്കാം. 2, ഒരു ക്രൈം നടന്നാൽ അതിന്റെ ഇൻഫർമേഷൻ കൊടുക്കാം. ഇങ്ങനെ ഒരു ക്രൈം നടന്നു എന്നുള്ള പരാതി പറയാം. അത് ചിലപ്പോൾ അഗ്നിയുടെ പാർട്ടിയാകണമെന്നില്ല, ആ കുറ്റകൃത്യത്തിന് ഇരയായ ഒരാളാകണമെന്നില്ല, മറ്റൊരാൾക്ക് പോയി കൊടുക്കാം. 3ാമത് വരുന്നത് പല സർട്ടിഫിക്കറ്റുകൾക്കും മറ്റു കാര്യങ്ങൾക്കും, പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ടിന്റെ. ആ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന ആളുകളിൽ പ്രായമായ ആളുകളുണ്ട്, സ്ത്രീകളുണ്ടാവും, ചെറുപ്പക്കാരുണ്ടാവും, കുട്ടികളുണ്ടാവും, പലതരത്തിലുള്ള സ്വഭാവത്തിലുള്ള ആളുകളുണ്ടാവും. ആദ്യം മൈ പോലീസ് സ്റ്റേഷൻ ആണെന്നുള്ള ധാരണ വരണമെങ്കിൽ അവരോട് സൗമ്യമായും സ്നേഹമായും ഇടപെടണം. പോലീസിൽ പരാതി കൊടുക്കാൻ ഒരാൾ ചെല്ലുമ്പോൾ ഇവിടെ നിന്ന് എനിക്കൊരു നീതി കിട്ടും എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടാക്കണം.